അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സമഗ്ര ശിക്ഷ കേരളം BRC പഴയന്നൂരിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മ പോപ്പിൻസ് 2024 സംഘടിപ്പിച്ചു. ചേലക്കര വെങ്ങാനെല്ലൂർ ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പരിപാടി ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സമയവും ഇത്തരത്തിൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരുന്ന മാതാപിതാക്കൾക്ക് BRC വഴി വരുമാനമാർഗം ഉറപ്പാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് ആലോചിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ UR പ്രദീപ് MLA പറഞ്ഞു. നമ്മുടെ ഈ കുട്ടികൾക്ക് അവരുടെ ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് രക്ഷിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് പലർക്കും അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. എന്നാൽ രക്ഷിതാക്കളാവട്ടെ അവരുടെ കുടുംബത്തിലെ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു പ്രയാസം, വിഷമവും എല്ലാം ഉണ്ട്. വിഷമം എന്ന് പറഞ്ഞത് അപ്പുറത്ത് മറ്റു കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ വരുമാനവുമായി ബന്ധപ്പെട്ടോ ഒന്ന് സഹായിക്കാൻ പറ്റാത്തത് നിൽക്കുന്നു. എന്നാൽ കുട്ടീനെ നല്ലപോലെ സംരക്ഷിക്കണം. കുട്ടി അമ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് വരുള്ളൂ. ഇന്നലെ ധാരാളം പ്രയാസങ്ങളെല്ലാം അന്ന് ധാരാളം രക്ഷിതാക്കൾ പങ്കുവച്ചിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എങ്ങനെ ഇതിനെ മറികടക്കണം എന്നെല്ലാം ധാരാളം അഭിപ്രായങ്ങൾ പറയേണ്ടായി. അന്ന് സത്യത്തിൽ BRCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കേണ്ടി തോന്നുന്നത് രക്ഷിതാക്കൾക്ക് ഒരു പരിശീലനം കൊടുത്തു. ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കാലത്ത് മുതൽ കുട്ടികൾ പോകുന്നവരെ രക്ഷിതാക്കൾ ഇവിടെ തന്നെയാണ് സമയം ചെലവഴിക്കുന്നത്. ആ രക്ഷിതാക്കൾക്ക് അവിടെ തന്നെ ഒരു ചെറിയ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലെ ഒരു പ്രവർത്തനം നമുക്ക് ത്രിതല പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുമോ, വേണമെങ്കിൽ MLA ഫണ്ട് വരെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നൊരു പരിശോധന നടത്തിയാൽ ആ കുടുംബത്തിന് കുട്ടികളെ അമ്മമാർക്ക് നോക്കാനും ഒപ്പം ആ കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ അമ്മമാരുടെ കഴിവ് ആ സമയത്ത് ഉപയോഗപ്പെടുത്താനും എങ്ങനെ ചെയ്യാൻ കഴിയും എന്നെല്ലാം നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ആലോചിച്ച് ആ കുടുംബത്തിനൊരു വരുമാനം കിട്ടാനും ഒപ്പം കുട്ടികളെ നോക്കാനും പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം നമുക്ക് ആലോചിച്ച് പോകാൻ കഴിയും. ഇപ്പോൾ BRC ഉള്ള സ്ഥലമുണ്ട്, പുറമേ കുറച്ചുകൂടെ സ്ഥലം അവിടെ ഉണ്ട്. ആ സ്ഥലമെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്കത് ചെയ്യാൻ കഴിയുമോ എന്നൊരു ആലോചന നടത്തി. പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ ബിഗ് ക്യാൻവാസിൽ ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം ഒപ്പ് രേഖപ്പെടുത്തുകയും കൈകൾ പതിപ്പിക്കുകയും ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ MPയും MLAയും ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനപ്പുറത്ത് സേവന തൽപരരായ ലയൺസ് ക്ലബ്ബ് പോലുള്ള അൽഫ പാലിയേറ്റീവ് യൂണിറ്റുകളെ പോലെയുള്ള മറ്റ് ഇതര സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രക്കിടയിൽ വലിയ താങ്ങും തണലുമാകാറുണ്ട്. ഇവിടെയും
അത് തന്നെയാണ് നമ്മുടെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അൽഫ പാലിയേറ്റീവിൻ്റെയും ലയൺസ് ക്ലബിൻ്റെയും ഒക്കെ വലിയ പിന്തുണയും സഹകരണവും ഈ പരിപാടി നടത്തുന്നതിൽ പോലും വലിയ പിന്തുണ നൽകുന്നുണ്ട്. തുടർന്ന് നാം ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവരുടെ ഉണ്ടാകണം എന്നുകൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാലങ്ങളായിട്ട് ഭിന്നശേഷി കുട്ടികളെന്ന് പറഞ്ഞാൽ അവര് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തി സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലമായി നമ്മൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും ഇത്തരം പരിപാടികൾ അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവർ ശേഷിയില്ലാത്തവരല്ല, അവർ വിഭിന്നങ്ങളായിട്ടുള്ള ശേഷികൾ ഉള്ളവരാണ് എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി അവർക്ക് അവരുടേതായ അഭിമാനപൂർവ്വമുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ ഇപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, പഴയന്നൂർ BRCയിലെ BPC K പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എല്ലിശ്ശേരി വിശ്വനാഥൻ, KK ശ്രീവിദ്യ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം നിത്യ തേലക്കാട്ട്, ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ലയൺസ് ക്ലബ്ബ് ഓഫ് ചേലക്കര പ്രസിഡന്റ് എൽദോ പൂക്കുന്നിൽ, കൊച്ചപ്പൻ ട്രേഡേഴ്സ് ഉടമസ്ഥൻ ജോസ്, വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ, BRC ട്രെയിനർ VV ചാന്ദിനി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ലോക ഭിന്നശേഷി ദിന ആചരണം, ആ ആചരണത്തിനപ്പുറം നമ്മുടെ കൂട്ടായ്മ ഇന്നത് ആഘോഷമാക്കി മാറ്റുകയാണ്. ഭിന്നശേഷിയുള്ള ശരിക്കും അവരൊരു ബഹുമുഖ പ്രതിഭകളെന്ന് എന്ന് തന്നെ പറയാം. അവർ അമ്മമാരും അവരുടെ രക്ഷിതാക്കൾക്കും അതുപോലെ ആ കുട്ടികൾക്കും വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ ബഡ്സിൻ്റെ കലോത്സവം നടന്നതിൽ 1ാം സ്ഥാനം തിരുവില്ലാമല BRCയിലെ കുട്ടികൾക്കാണ് കിട്ടിയത്. ഒരു സർവേശ്വരൻ എല്ലാവരെയും ഒരേപോലെയാണ് സൃഷ്ടിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവരാഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചില കാരണങ്ങൾ കൊണ്ട് ചില കുറവുകൾ അല്ലെങ്കിൽ കൂടുതൽ കഴിവുകളുള്ളോ വിഭിന്ന ശേഷിക്കാരെന്നല്ല നമ്മൾ പറയുമ്പോൾ അവരെ സമൂഹത്തോടു കൂടി എത്തരത്തിൽ ചേർത്ത് പിടിക്കണം, ഏതെല്ലാം തരത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ കഴിഞ്ഞ 14 വർഷമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൽഫ പാലിയേറ്റീവ്. ഏകദേശം 860ഓളം രോഗികളെന്ന് ഞങ്ങൾ ഒരിക്കലും അവരെ അഭിസംബോധന ചെയ്യാറില്ല, മറിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വലിയ ഇടപെടലുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ കലാ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ചടങ്ങിൽ അനുമോദിച്ചു. ഒരുമിച്ചു ഞങ്ങളി കൂടിനുള്ളിൽ രുചിഭേദങ്ങളേറെയുണ്ടായിട്ടും ഒരുമിച്ചു രസക്കൂട്ടു തീർത്തു ഞങ്ങൾ. വർണ്ണങ്ങൾ നേർപ്പിച്ച പൊതികൾക്കുള്ളിലും കടും നിറം തീർത്തു നാം ചേർന്നിരുന്നു. ഒരുമിച്ചു നിൽക്കുന്ന കാലം തൊട്ടേ ഒരു പേരു മാത്രമാണെന്നുമിന്നു. നിറഭേദമൊത്തിരിയേറെയുണ്ടെങ്കിലും ഒരുമിച്ചു ഞങ്ങളി കൂടി. പ്രധാന അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
നൂൽ പോലെ മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ തൻ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലു ഞാലാടി മലയാളം ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലാവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരെ കൊടുത്തുള്ളൊരാൾ ചെലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവി കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് കുഞ്ഞിയോ വരിക 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 വാ വരിക ദൈവമേ ദീപം തെളിയണേ വാ തെയ്യോ തക തെയ്യത്ത കിഴക്കൂതിക്കണ സൂര്യ ഭഗവാനെ ഞാനിത കൈ തോടുന്നേ തെയ്യോ തക തെയ്യത്ത കിഴക്കൂതി കൊടുങ്ങല്ലൂരേ നല്ലോരമ്മേ ഞാനിത കൈ തോഴുന്നേ തെയ്യോ തക തെയ്യത്ത കൊടുങ്ങല്ലൂരേ നല്ലോരമ്മേ ഞാനിത കൈ തോഴുന്നേ Finger
റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.